നമസ്കാരം. കുവൈത്തിലെ മൻഗഫ് തീപിടുത്ത ദുരന്തത്തിൽ മരിച്ച പ്രിയപ്പെട്ടവർക്ക് കണ്ണീരോടെ വിട നൽകി ജന്മനാട്. തൃശൂർ സ്വദേശി ബിനോയ് തോമസ്, കൊല്ലം സ്വദേശി സുമേഷ്, തിരൂർ സ്വദേശി നൂഹ്, പത്തനംതിട്ട വാഴമുട്ട സ്വദേശി മുരളീധരൻ, കൊല്ലം സ്വദേശി ഷമീർ, മലപ്പുറം പുലാമന്തോൾ സ്വദേശി MP ബാഹുലയൻ, ചാവക്കാട് സ്വദേശി ബിനോയ് തോമസ് എന്നിവരുടെ സംസ്കാരം പൂർത്തിയായി. അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വൻ ജനാവലിയാണ് എത്തിച്ചേർന്നത്. നെടുമങ്ങാട് സ്വദേശി അരുൺ ബാബുവിൻ്റെ സംസ്കാരം അദ്ദേഹം പുതുതായി പണി കഴിപ്പിച്ചുകൊണ്ടിരുന്ന വീട്ടുവളപ്പിലാണ് നടന്നത്. മൃതദേഹം ആദ്യം പൂവത്തൂരിലെ ഭാര്യ വീട്ടിൽ എത്തിച്ച ശേഷം ഉഴമലക്കലിലെ കുടുംബ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചു. ഡിവൈഎഫ്ഐ പ്രവർത്തകനായിരുന്നു അരുൺ ബാബു. ഡിവൈഎഫ്ഐ പ്രവർത്തകർ മുദ്രാവാക്യം മുഴക്കി അന്ത്യാഭിവാദ്യം അർപ്പിച്ചു. ചാവക്കാട് സ്വദേശി ബിനോയ് തോമസിന്റെ മൃതദേഹം കുന്നംകുളത്തെ സെമിത്തേരിയിൽ സംസ്കരിച്ചു. ഒരു വീടെന്ന സ്വപ്നം ബാക്കി വെച്ച് പോയ ബിനോയ്ക്ക് വീട് നിർമ്മിച്ച് നൽകുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി വാഗ്ദാനം ചെയ്തു. ഒരാഴ്ച മുൻപാണ് ബിനോയ് തോമസ് ജോലി തേടി കുവൈത്തിലേക്ക് പോയത്. ബിനോയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ബന്ധുക്കളും സുഹൃത്തുക്കളും നാട്ടുകാരുമടക്കം നൂറുകണക്കിന് ആളുകളാണ് ഇവിടേക്ക് എത്തിയത്. മരണമെത്തുന്നതിന് 2 മണിക്കൂർ മുമ്പ് ബിനോയ് തോമസ് ഭാര്യ ജിനിതയും വാട്സപ്പിൽ സംസാരിച്ചിരുന്നു. ബിനോയ് ഉറങ്ങിപ്പോയതാണെന്ന് കരുതി ഭാര്യ കിടന്നുറങ്ങി. അപകട വിവരം അറിഞ്ഞ് ജിനിത ബിനോയിയെ ഫോണിലേക്ക് നിരന്തരം വിളിച്ചെങ്കിലും കിട്ടിയിരുന്നില്ല. അപ്പോഴേക്കും കുവൈത്ത് ദുരന്തത്തിന്റെ കൂടുതൽ വിവരങ്ങൾ അറിഞ്ഞു തുടങ്ങിയിരുന്നു. ആശങ്കയുടെ നാട്ടിലെ പൊതുപ്രവർത്തകരെ ജിനിത വിവരം അറിയിച്ചു. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ പട്ടികയിൽ ബിനോയ് ഇല്ലെന്നറിഞ്ഞതോടെ എവിടെയെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടാകുമെന്ന് ആശ്വസിച്ചു. എന്നാൽ ബിനോയിയുടെ മൃതദേഹം മോർച്ചറിയിലുണ്ടെന്ന സുഹൃത്തിന്റെ ഫോൺ സന്ദേശം എത്തിയതോടെ ജനിതയും മക്കളായ ആദ്യയും ഇയാനെയും ആശ്വസിപ്പിക്കാനാകാതെ വാക്കുകൾ തോറ്റു പിന്മാറി. കഴിഞ്ഞ ബുധനാഴ്ചയാണ് ബിനോയ് നല്ലൊരു ജീവിത സ്വപ്നം കണ്ട് കുവൈത്തിലേക്ക് വിമാനം കയറിയത്. ചേതനയേറ്റ ശരീരമായിട്ടാണ് ബിനോയ് തിരിച്ചു വന്നത്. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, ഗുരുവായൂർ MLA NK അക്ബർ, മറ്റു ജനപ്രതിനിധികൾ, രാഷ്ട്രീയ സാമൂഹ്യ മത നേതാക്കൾ തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിക്കാൻ തെക്കൻ പാലയൂരിലെ വീട്ടിലെത്തി. വീട്ടിലെ ശുശ്രൂഷ ചടങ്ങുകൾ പൂർത്തിയാക്കി 1 മണിക്കൂറിനുള്ളിൽ ബിനോയ് തോമസിന്റെ മൃതദേഹം സംസ്കാര ചടങ്ങുകൾക്കായി കുന്നംകുളം വീനാഗൽ ഗാർഡൻ ബറിയൽ ഗ്രൗണ്ട് സെമിത്തേരിയിൽ എത്തിച്ചു. തിരുവല്ലയിൽ നിന്ന് ബിനോയ് തോമസിന്റെ കുടുംബാംഗങ്ങളും അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു. 24 മലയാളികളടക്കം 45 ഇന്ത്യക്കാരുടെ മൃതദേഹവുമായി കുവൈത്തിൽ നിന്ന് ഇന്ത്യൻ വ്യോമസേനയുടെ വിമാനം രാവിലെ 10:28 നെടുമ്പാശ്ശേരിയിൽ ഇറങ്ങിയത്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി 11:45 മൃതദേഹം ഒന്നിച്ച് പുറത്തെത്തിച്ചപ്പോൾ അത്ര നേരം അടക്കിപ്പിടിച്ച ഉറ്റവരുടെ സങ്കടം അണപൊട്ടി. തമിഴ്നാട്ടുകാരായ 7 പേരുടെയും കർണാടകയിലെ ഒരാളുടെയും മൃതദേഹം കൊച്ചിയിലിറക്കി അതാത് സംസ്ഥാനങ്ങൾക്ക് കൈമാറി. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് കുവൈത്തിൽ നിന്ന് മൃതദേഹത്തെ അനുഗമിച്ചിരുന്നു. കൊച്ചി വിമാനത്താവളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രിസഭാ അംഗങ്ങൾ, കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി എന്നിവർ മൃതദേഹത്തിൽ ആദരമർപ്പിച്ചു. കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും സാന്ത്വനമായി ഒഴുകിയെത്തി. ഓരോ മൃതദേഹവും പ്രത്യേക ആംബുലൻസുകളിൽ പോലീസ് അകമ്പടിയോടെ വീടുകളിലേക്ക് കൊണ്ടുപോയി. രാവിലെ മുതൽ വിമാനത്താവളത്തിൽ കാത്തുനിന്ന ഉറ്റവരുടെ കണ്ണീരും വിലാപങ്ങളും ആരുടെയും ഹൃദയം തകർക്കുന്നതായിരുന്നു. രാവിലെ 8:30 എത്തുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും 10:25 മൃതദേഹങ്ങളും വഹിച്ചുകൊണ്ടുള്ള വ്യോമസേനയുടെ C-130J ട്രാൻസ്പോർട്ട് വിമാനം നെടുമ്പാശ്ശേരിയിൽ എത്തുന്നത്. അപ്പോഴേക്കും കേരളത്തിന്റെ രാഷ്ട്രീയ നേതൃത്വം ഒന്നടങ്കം വിമാനത്താവളത്തിലെത്തിയിരുന്നു. 10:40 മുഖ്യമന്ത്രി എത്തി. അതിനു മുൻപേ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, മന്ത്രിമാരായ കടന്നപ്പള്ളി രാമചന്ദ്രൻ, P. രാജീവ്, K. രാജൻ, റോഷി അഗസ്റ്റിൻ, വീണ ജോർജ്, തമിഴ്നാട് ന്യൂനപക്ഷ ക്ഷേമ മന്ത്രി KS മസ്താൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, MPമാരായ ആന്റണി, K. രാധാകൃഷ്ണൻ, ബെന്നി ബെഹനാൻ, ഹൈബി ഈഡൻ, ഫ്രാൻസിസ് ജോർജ്, MLAമാരായ TJ വിനോദ്, അൻവർ സാദത്ത്, മാണി സി കാപ്പൻ, മോൻസ് ജോർജ്, റോജി M. ജോൺ, ചാണ്ടി ഉമ്മൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ, മുൻ കേന്ദ്രമന്ത്രിമാരായ PC തോമസ്, V. മുരളീധരൻ, BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ, ജില്ലാ കളക്ടർ NS.K. ഉമേഷ് അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും ബന്ധുക്കളെ ആശ്വസിപ്പിച്ച് സ്ഥലത്തുണ്ടായിരുന്നു. ഇതിനിടെ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്, LDF കൺവീനർ EP ജയരാജൻ, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തുടങ്ങിയവരും എത്തിച്ചേർന്നു. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം 31 മൃതദേഹങ്ങൾ കാർഗോ വിഭാഗത്തിലെ ഹാളിൽ എത്തിച്ചു. അവിടെ നിന്ന് 11:40 തിരുവനന്തപുരം സ്വദേശി അരുൺ ബാബുവിന്റെ ചേതനയേറ്റ ശരീരം ആദ്യം പൊതുദർശന വേദിയിലേക്ക്. മുഖ്യമന്ത്രി, തമിഴ്നാട് മന്ത്രി, കേന്ദ്രമന്ത്രിമാർ തുടങ്ങിയവർ വെളുത്ത പൂക്കൾ തുന്നിയ റീത്തുകൾ സമർപ്പിച്ച് ആദരാഞ്ജലി അർപ്പിച്ചു. മരിച്ച 23 മലയാളികളുടെയും 7 തമിഴ്നാട്ടുകാരുടെയും ഒരു കർണാടക സ്വദേശിയുടെ മൃതദേഹത്തിൽ മുഖ്യമന്ത്രി ആദരാഞ്ജലി അർപ്പിച്ച ശേഷം പോലീസിന്റെ ഗാർഡ് ഓഫ് ഓണർ. 12:30 മൃതദേഹങ്ങൾ വഹിച്ചുള്ള ആംബുലൻസുകളും അകമ്പടിയായുള്ള പോലീസ് വാഹനങ്ങളും വിമാനത്താവളത്തിൽ നിന്ന് പുറത്തേക്ക്. തമിഴ്നാട്ടിൽ നിന്നെത്തിയ ആംബുലൻസുകൾക്ക് കേരള അതിർത്തി വരെ പോലീസിന്റെ അകമ്പടി. 1 മണിയോടെ മുഴുവൻ ആംബുലൻസുകളും മരിച്ചവരുടെ ജന്മനാടുകളിലേക്ക് യാത്രയായി.